പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹലോ മലയാളം തുടരുകയാണ്. മറ്റൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വയോധികയെ കബളിപ്പിച്ച് മാലയുമായി കടന്ന പ്രതിക്കായി അന്വേഷണം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെഞ്ഞാറമൂട് നെല്ലാട് സ്വദേശിനി ലീലയുടെ മാല നഷ്ടപ്പെട്ടത്. കടം അടച്ചു തീർക്കുന്നതിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കി തരാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഹാൻസ് ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, എന്തായിരുന്നു ഈ തട്ടിപ്പ്? എങ്ങനെയായിരുന്നു ഈ മാല മോഷണമുണ്ടായത്? ബിനിൽ, കഴിഞ്ഞ ബുധനാഴ്ച അഥവാ കഴിഞ്ഞ മാസം 30-ാം തീയതി രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ലീല എന്ന വയോധികയെ വെഞ്ഞാറമൂട് ജംഗ്ഷന് സമീപമുള്ള ലീലാരവി ആശുപത്രിയുടെ പരിസരത്ത് വെച്ച് ഈ പ്രതി പരിചയപ്പെടുകയും പിന്നീട് ഇവരുടെ വീട്ടുവിശേഷങ്ങളടക്കം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ലീലയുടെ മകളുടെ കടം തീർക്കുന്നതിനായി 5 ലക്ഷം രൂപ ലോൺ എടുത്ത് തരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഓട്ടോറിക്ഷയിലാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ലോൺ എടുക്കുന്നതിന് ആദ്യ ഗഡു എന്നുള്ള രീതിയിൽ ഒരു 25,000 രൂപ വേണമെന്നും പ്രതി ആവശ്യപ്പെട്ടു. തുടർന്ന് ഇവർ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും പക്ഷേ ഇതിനിടയിൽ ഈ വയോധികയെ കബളിപ്പിച്ചുകൊണ്ട് വയോധികയുടെ പക്കലുള്ള 1.5 പവന്റെ മാല ഇയാൾ കൈവശപ്പെടുത്തുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ലീല പിന്നീട് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൊതുജനങ്ങളുടെ സഹായം കൂടി തേടുകയാണ് പോലീസ് നിലവിൽ. ബിനിൽ.